സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരളം നൽകിയ മഹത്തരവും ഭാവനാപൂർണവുമായ സംഭാവനയാണ് കുടുംബശ്രീ എന്ന് ഫ്രാൻസിസ് ജോർജ് എം പി. സ്ത്രീകൾക്ക് കരുത്തും ആത്മവിശ്വാസവും പകർന്നു നൽകാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞതായും എം പി പറഞ്ഞു. ഭരണങ്ങാനത്ത് കുടുംബശ്രീ CDS 27ാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് ജോർജ് എം പി. വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ സഹോദരിമാർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ വഴി തുറന്ന ഈ വലിയ പ്രസ്ഥാനം ഇത് ലോകത്തിന് തന്നെ മാതൃകയാണ്. നമ്മളുടെ ഈ മാതൃക പല വികസിത രാജ്യങ്ങളും പകർത്തുന്നു എന്നറിയുമ്പോൾ കേരളത്തിൽ ആരംഭിച്ച് കേരളം പല കാര്യങ്ങളിലും മുന്നിലാണ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഈ രംഗത്ത് നമുക്ക് നടത്താൻ കഴിഞ്ഞ മുന്നേറ്റം എനിക്ക് തോന്നുന്നതിൽ ഏറ്റവും മഹത്തരമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വീടിൻ്റെ 4 ചുമരുകളിൽ ഒതുങ്ങി നിൽക്കേണ്ടവരാണ് നമ്മളുടെ വനിതകൾ അല്ലെങ്കിൽ സഹോദരിമാരെന്നുള്ള ഒരു സങ്കല്പത്തിന് മാറ്റം വരുന്നത്. തീർച്ചയായിട്ടും ഈ കുടുംബശ്രീ പ്രസ്ഥാനം നിലവിൽ വന്ന് സജീവമായതുകൂടിയാണ്. ഇന്ന് കേരളത്തിൽ നമുക്കറിയാം, ജനപ്രതിനിധികളൊക്കെ എടുത്താൽ എല്ലാ മേഖലയിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകും. നമ്മുടെ സഹോദരിമാർ ഇന്ന് പൊതുരംഗത്ത് എത്ര സജീവമാണ്. ആ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളാണ് ആദ്യമായി വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തി. അത് വെറുതെ ഏതെങ്കിലും ഒരു അംഗമാകാൻ വേണ്ടി മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കത്തക്കാൻ, അതിന് നേതൃത്വം കൊടുക്കത്തക്ക രീതിയിൽ അതിലും സംവരണം ഏർപ്പെടുത്തി. ഭരണങ്ങാനം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി അധ്യക്ഷയായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ കുടുംബശ്രീ പദ്ധതി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. CDS ചെയർപേഴ്സൺ സിന്ധു പ്രദീപ് സ്വാഗതം ആശംസിച്ചു. CDS സെക്രട്ടറി രശ്മി മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നിന്നും പാരിഷ് ഹാളിലേക്ക് വർണ്ണാഭമായ റാലിയോടെയാണ് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. വിവിധ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. റാലിയിൽ മികവ് പുലർത്തിയ ADSനും മികച്ച പെർഫോമർക്കും ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് പാൽപ്പാക്കൽ പുരസ്കാരം നൽകി. മികച്ച അയൽക്കൂട്ട ഗ്രൂപ്പിനെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആനന്ദ് ചെറുപള്ളി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് ചെമ്പകശ്ശേരിൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ലിൻസി സണ്ണി, അനിമോൾ മാത്യു, പഞ്ചായത്ത് അംഗങ്ങളായ ബിജു NM, സുധാ ഷാജി, ലിസ്മ സെബാസ്റ്റ്യൻ, റജി മാത്യു, ജോസൂട്ടി അമലമറ്റം, രാഹുൽ ജി കൃഷ്ണൻ, വിനോദ് വേർനാനി, പഞ്ചായത്ത് സെക്രട്ടറി റീന വർഗീസ്, CDS വൈസ് ചെയർപേഴ്സൺ അഞ്ജന ജി തുടങ്ങിയവർ പ്രസംഗിച്ചു.